അതെ, നിങ്ങളുടെ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? മാർക്ക് എത്ര കിട്ടി? ഹോംവർക്ക് ചെയ്തോ? ഫോൺ എന്തിനാണ് ഇത്ര നേരം ഉപയോഗിക്കുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളല്ലേ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ മക്കളോട് ചോദിക്കാറുള്ളത്. ഒരു പക്ഷേ നമ്മൾ ചോദിക്കാതെ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കാം: മോനെ അല്ലെങ്കിൽ മോളെ, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ കേൾക്കട്ടെ. കാരണം ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ വരുന്ന പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിൽ ചിലപ്പോൾ സമ്മർദ്ദമാകാം, ഒറ്റപ്പെടലാകാം, കൂട്ടുകാരുടെ സ്വാധീനമാകാം, ബുള്ളിങ് ആകാം, കുടുംബ പ്രശ്നങ്ങളാകാം. ചില സാഹചര്യങ്ങളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കാരണമാകാം. ഒരു ഉമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കുട്ടി പഴയ കുട്ടിയല്ല, സംസാരിക്കുന്ന രീതി മാറി, കൂട്ടുകാർ മാറി, വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്നു. എൻ്റെ മോന് എന്തെങ്കിലും ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ എന്നെനിക്ക് ഭയമാണ്. ആ ഉമ്മയുടെ യഥാർത്ഥ വേദന കുട്ടിയുടെ പെരുമാറ്റം മാത്രമല്ല, അതിൻ്റെ പിന്നിലെ വേദന എൻ്റെ കുഞ്ഞിനെ എനിക്ക് എന്നുള്ളതായിരുന്നു. അതിന് പിന്നിലെ യഥാർത്ഥ പേടി. ഞാൻ എവിടെയാണ് ശ്രദ്ധിക്കാതെ പോയത്? അതുപോലെ ചില മാതാപിതാക്കൾക്ക് കുറ്റബോധം വന്നിട്ടുണ്ടാകാം. ഞാൻ കൂടുതൽ സമയം കൊടുക്കേണ്ടിയിരുന്നു, അവൻ പറഞ്ഞത് ഞാൻ കേൾക്കാതെ പോയോ? ഈ ഭയം ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ കുട്ടിയെ കുറ്റപ്പെടുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ആദ്യം അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അതിന് നിങ്ങൾ ആ ടാസ്ക് എടുത്തേ പറ്റൂ. കാരണം നമ്മുടെ കുട്ടിയെ നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ. ഒരു കുട്ടി തെറ്റായ കൂട്ടത്തിലേക്ക് പോകുന്നതിനുള്ള ഒരൊറ്റ കാരണം മാത്രമില്ല, പല കാരണങ്ങളുണ്ടാകാം. ചില കുട്ടികൾക്ക് കൂട്ടുകാരുടെ അംഗീകാരം വേണം. ചിലർക്ക് പറയാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. ചിലർ ഒറ്റപ്പെടൽ അനുഭവിക്കാം. ചിലർ ബുള്ളിങ്ങോ, പഠന സമ്മർദ്ദമോ, കുടുംബത്തിലെ സംഘർഷങ്ങളോ നേരിടുന്നുണ്ടാകാം. ചിലപ്പോൾ വെറും കൗതുകവും കൂട്ടുകാരുടെ സമ്മർദ്ദവും അപകടകരമായ പരീക്ഷണങ്ങളിലേക്ക് നയിക്കാം. അതിനാൽ കുട്ടിയുടെ തെറ്റായ പെരുമാറ്റം മാത്രം കാണാതെ അതിന് പിന്നിലുള്ള ചോദ്യം നാം അന്വേഷിക്കേണ്ടതാണ്. എൻ്റെ കുട്ടി ഉള്ളിൽ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു ചോദ്യം ചോദിക്കണം നമ്മോട്. അതും രഹസ്യമായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട മാറ്റങ്ങൾ: ഒരു ലക്ഷണം മാത്രം കണ്ടാൽ ലഹരി ഉപയോഗമാണെന്ന് തീരുമാനിക്കരുത്. എന്നാൽ പല മാറ്റങ്ങളും ഒരുമിച്ച് തുടർച്ചയായി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടിയുടെ ഉറക്കത്തിലും ഭക്ഷണ രീതിയിലും വലിയ മാറ്റമുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി നോക്കണം. പഠനത്തിലെ പ്രകടനം പെട്ടെന്ന് താഴുന്നുണ്ടോ? പഴയ സുഹൃത്തുക്കളെ ഒഴിവാക്കി പുതിയ പുതിയ കൂട്ടുകാരെ കുറിച്ച് അസാധാരണമായ രഹസ്യ സ്വഭാവം കാണിക്കുന്നുണ്ടോ?
വീട്ടുകാരിൽ നിന്ന് പെട്ടെന്ന് അകലം പാലിക്കുന്നുണ്ടോ? പണം പതിവിലധികം ആവശ്യപ്പെടുകയോ പണം കാണാതാകുകയോ ചെയ്യുന്നുണ്ടോ? അവരുടെ മൂഡ്, സംസാര രീതി, അവരുടെ ഊർജം, എനർജി, ശ്രദ്ധ എന്നിവയിൽ അസാധാരണമായ മാറ്റങ്ങളുണ്ടോ എന്ന് നമ്മൾ വീക്ഷിക്കേണ്ടതാണ്. സ്കൂൾ ഒഴിവാക്കുന്നതോ പതിവുകൾ പെട്ടെന്ന് മാറുന്നതോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. കണ്ണുകളുടെ രൂപം, ശരീര സമന്വയം, സംസാരത്തിൻ്റെ വ്യക്തത തുടങ്ങിയവയിൽ ആവർത്തിച്ചുള്ള അസാധാരണ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ഇവയിൽ പലതിനും ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയ കാരണങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് നിരീക്ഷിക്കുക, പക്ഷേ വിധി എഴുതരുത്. കുട്ടി വീട്ടിലേക്ക് വന്നാൽ ബാഗ് പരിശോധിക്കുന്നതിന് മുമ്പ് കുട്ടിയുടെ മനസ്സ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും രഹസ്യമായി പരിശോധിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത് വിശ്വാസം തകർക്കാം, ആ സ്നേഹം തകരാം. സുരക്ഷയെക്കുറിച്ച് യഥാർത്ഥ ആശങ്കയുണ്ടെങ്കിൽ പ്രായത്തിനനുയോജ്യമായ വ്യക്തമായ കുടുംബ നിയമങ്ങളും തുറന്ന സംഭാഷണവും അത്യാവശ്യമാണ്. ഒരു ദിവസം കുട്ടിയുടെ അടുത്തിരുന്ന് ഒന്ന് ചോദിച്ചു നോക്കും, ഈ ദിവസങ്ങളിൽ നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? സ്കൂളിൽ ആരെങ്കിലും നിന്നെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടാത്ത എന്തെങ്കിലും ചെയ്യാൻ കൂട്ടുകാർ നിർബന്ധിക്കുന്നുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം, ആദ്യം ഞാൻ കേൾക്കാം. ഇവിടെ മാതാപിതാക്കൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കേൾക്കുക എന്നുള്ളത് തന്നെയാണ്. ഉടനെ ഉപദേശമൊന്നും കൊടുക്കരുത്. ഉപദേശം ഇപ്പോൾ ആർക്കും ഇഷ്ടമല്ല. ഉടനെ നിങ്ങൾ അടി കൊടുക്കരുത്. അതുപോലെ ഉടനെ അഭിമാനിക്കേണ്ട. മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തരുത്. ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ മോശമാക്കരുത്. ആദ്യം കുട്ടിക്ക് സത്യം പറയാൻ സുരക്ഷിതമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. നിങ്ങൾക്ക് സംശയം ശക്തമാണെങ്കിൽ കുട്ടിയെ സ്വയം ചോദ്യം ചെയ്ത് കുറ്റം സമ്മതിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. ശാന്തമായി ഒന്ന് സംസാരിക്കുക. സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുമായിട്ട് ആവശ്യമായ പരിധിയിൽ സംസാരിക്കുക. ആവശ്യമെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തിൽ പരിചയമുള്ള ഡോക്ടറുടെയോ മാനസികാരോഗ്യ വിദഗ്ധന്റെയോ സഹായം തേടുക. ലഹരി ഉപയോഗം സ്ഥിരീകരിക്കപ്പെട്ടാൽ അത് ചീത്ത കുട്ടിയുടെ സ്വഭാവം എന്ന് മുദ്ര കുത്തേണ്ട കാര്യമില്ല. ചികിത്സയും കുടുംബ പിന്തുണയും ആവശ്യമായ ഒരു ആരോഗ്യ പെരുമാറ്റ പ്രശ്നമായി സമീപിക്കണം. ബേജാറാവാൻ നിൽക്കരുത്, കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. ലഹരിക്കെതിരെയുള്ള സംരക്ഷണം ഒരു പ്രസംഗത്തിൽ നിന്നല്ല തുടങ്ങേണ്ടത്, ബന്ധത്തിൽ നിന്നാണ്. ദിവസവും കുറച്ചു സമയം കുട്ടിയുമായി സംസാരിക്കുക. കുറച്ച് സമയം അവൻ്റെ കൂട്ടുകാരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കൂളിലെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം.
മാർക്കിനെ കുറിച്ച് മാത്രമല്ല, അവന്റെ മനസ്സിനെ കുറിച്ചും നമ്മൾ ചോദിച്ചറിയണം. നീ തെറ്റ് ചെയ്താലും നിനക്ക് എന്നോട് ധൈര്യമായിട്ട് പറയാം എന്നുള്ള വിശ്വാസം കുട്ടിക്ക് നാം നൽകണം. അതോടൊപ്പം വ്യക്തമായ അതിരുകളും നിയമങ്ങളും ഉണ്ടാകണം. സ്നേഹവും അതിരുകളും ഒരുമിച്ച് വേണം നമ്മൾ നിശ്ചയിക്കാൻ. അതുപോലെ സ്നേഹവും അതിരും വേണം നമ്മൾ ഒരുമിച്ച് കൊടുക്കാൻ. പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടിയുടെ ബാഗിൽ എന്താണെന്ന് അറിയുന്നത് പ്രധാനം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നത്. കുട്ടി തെറ്റായ വഴിയിലേക്ക് പോകുന്നത് വരെ കാത്തിരിക്കേണ്ട. ഇന്ന് തന്നെ അവനോട് ഒന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ അവളോട് സംസാരിക്കണം. വിധിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ കേൾക്കാൻ, നിയന്ത്രിക്കാൻ മാത്രമല്ല, അവരെ നമ്മൾ നല്ല വഴിയിലേക്ക്, അവരുടെ സുഹൃത്തായി, അവരുടെ വഴികാട്ടിയായി, അവർക്ക് വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായി ഞാൻ മാറും മാത്രമാണ് ശരിക്കും നമ്മൾ വിജയിക്കുന്നത്. നമ്മുടെ കുട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് എൻ്റെ ഉമ്മയുടെ അടുത്ത് പറയാം, അല്ലെങ്കിൽ ഉപ്പയുടെ അടുത്ത് പറയാം, എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് പറയാം, എൻ്റെ മൂത്ത ചേട്ടൻ്റെ അടുത്ത് പറയാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത്രയും പറയാൻ കാരണം, ഒരു ഉമ്മ ഒരു കുട്ടിയുടെ പെരുമാറ്റം കണ്ടിട്ട് നമ്മോട് പറയാണ്, ഞാൻ ഇനി എന്താ ചെയ്യാ, എനിക്ക് ആകെ ഭയപ്പാടാവുന്നു, അവൻ എന്തൊക്കെയോ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളറിയാം ഇക്കാലഘട്ടത്തിൽ ഒരുപാട് മാതാപിതാക്കൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം തന്നെയാണ്. അതിനാൽ നമ്മൾ വിധിക്കുന്നതിന് പകരം അവരെ കേൾക്കാനും, അവരനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ച് മനസ്സിലാക്കാനും, അവരുടെ കൂട്ടുകാരെ കുറിച്ച് മനസ്സിലാക്കാനും, അവർ സ്കൂളിൽ അല്ലെങ്കിൽ മദ്രസയിൽ അല്ലെങ്കിൽ കോളേജിൽ എന്താണ് അവരനുഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരു സുഹൃത്തിനെ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഏറ്റവും സ്നേഹത്തോടു കൂടി അവരോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവിധ